ഉപ്പയുടെ കൈ തട്ടി മാറ്റി പ്രിയപ്പെട്ടവനൊപ്പം ഇറങ്ങിത്തിരിച്ചതാണ് താമരശ്ശേരിയിലെ ഷിബില എന്ന പെൺകുട്ടി. അന്ന് അവൾക്ക് പ്രായം 19. യാസിർ എന്ന ചെറുപ്പക്കാരനുമായി സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം. ചെക്കനെക്കുറിച്ച് ഷിബിലയുടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ അത്ര നല്ല അഭിപ്രായമല്ല കേട്ടത്. യാസിർ ലഹരിക്കടിമയാണ്, പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന സ്വഭാവക്കാരനും. എന്നാൽ പ്രേമം തലയ്ക്ക് പിടിച്ച പെൺകുട്ടി വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് അയാളുടെ കൂടെ ഒളിച്ചോടിയത്. പിന്നീട് യാസിറിനൊപ്പം വാടക വീട്ടിൽ താമസം. അടുത്ത കാലത്ത് ഷിബിലിയുടെ കുടുംബം ഇരുവരുമായി സഹകരിച്ചു തുടങ്ങി. യാസിറിൻ്റെ ലഹരി ഉപയോഗവും ശാരീരിക പീഡനവും നാൾക്കുനാൾ വർദ്ധിച്ചതോടെ 25-കാരിയായ ഷിബില കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് പോന്നു. ഇതിൻ്റെ പകയായിരുന്നു അരുൺ കൊലയ്ക്ക് കാരണം. ഒരു മാസമായി യാസിറുമായി പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഷിബിലയുടെ വിദ്യാഭ്യാസ രേഖകൾ കൈമാറാനായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇയാൾ ഭാര്യ വീട്ടിലെത്തിയിരുന്നു. നോമ്പുതുറ സമയത്ത് വീണ്ടും എത്താമെന്നും സലാം ചൊല്ലി പിരിയാമെന്നും അറിയിച്ച് മടങ്ങി. രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ യാസിർ ഷിബിലയെ വീട്ടിൽ നിന്ന് പിടിച്ചിറങ്ങി വെളിയിലെത്തിച്ച ശേഷം കുത്തുകയായിരുന്നു. തടയാനെത്തിയ ഷിബിലയുടെ മാതാപിതാക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുവരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു. ആക്രമണം തടയാനെത്തിയ നാട്ടുകാരുടെ നേരെ കത്തിവീശിയാണ് യാസിർ കാറിൽ കയറി രക്ഷപ്പെട്ടത്. ഞാൻ വരുമ്പോൾ അവളെ ബ്ലഡ് ഒഴുകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാറ് ഞാൻ സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. കുഞ്ഞിന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പ ഉണ്ടാക്കി ഒരു കല്ലെടുത്ത് കാറിൻ്റെ ഗ്ലാസ്സുമൊക്കെ എറിയുകയും ചെയ്തു. പുള്ളി കൊല്ലപ്പെടുത്തിയ യാസിർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ കാറെടുത്ത് വന്നിട്ട് അവരെ എടുത്ത് കുഞ്ഞിന്ന് പറഞ്ഞ ആളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. കുത്തേറ്റ ശേഷവും യാസിറിനെ പിന്തുടർന്ന ഭാര്യാപിതാവ് അബ്ദുൾ റഹീം കാറിന്റെ ചില്ല് തകർത്തിരുന്നു. ഈ അടയാളം കണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിനടുത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും ഇന്നലെ അർദ്ധരാത്രി യാസിറിനെ പിടികൂടി നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത്. ഭാര്യാപിതാവിനെ വകവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണോ യാസിർ ആശുപത്രി പരിസരത്ത് എത്തിയതെന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത്. ഷിബിലിയുടെ കുടുംബത്തിന് താല്പര്യമില്ലാത്തതിനാൽ യാസിറിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. വാടക വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. അടുത്ത കാലത്താണ് കുടുംബം ഇരുവരുമായി സഹകരിച്ചു തുടങ്ങിയത്. യാസിറിന്റെ ലഹരി ഉപയോഗവും ശാരീരിക പീഡനവും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നതോടെ ഇരുവരും തമ്മിൽ കലഹവും ആരംഭിച്ചു. കഴിഞ്ഞ മാസം 28-ന് ഭർത്താവിനെതിരെ ഷിബില പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാര്യയുമായി പിരിയാൻ യാസിർ തയ്യാറായിരുന്നില്ലെന്ന് ഇരുവരുമായി മധ്യസ്ഥ ചർച്ച നടത്തിയ മുൻ വാടകം വർഗീസ് പറയുന്നു. 3 വയസ്സുള്ള മകളുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ച് യാസിർ പ്രകോപിതനായിരുന്നു. ഭാര്യയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് ചിത്രം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പള്ളി കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ ബന്ധുവായിട്ടുള്ള ഒരു മജീദ്, ഒരു വാർത്താ രംഗത്തുള്ള ഒരു മജീദുണ്ട് പരപ്പുമ്പയിൽ. അവന് എൻ്റെ ബന്ധുവാണ്, ഇവരുടെ ബന്ധുവാണ്. അവനോട് പോയി പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇവരെ രണ്ടുപേരെയും കൂട്ടരെയും വിളിച്ചിട്ട് താക്കീത് ചെയ്യുകയും ഒരു മാസം, ഈ നോയമ്പ് മാസം എന്ന രൂപത്തിലാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. നീ ഞങ്ങൾ പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വരുന്നു.
ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് പിന്നെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വരാതെ നിന്നപ്പോൾ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു ഷിബിലേറ്റ്. എന്നിട്ട് അത് പോസ്റ്റ് ഇട്ടു. അത് ഞാനും കൊണ്ടുപോകും. ഒരു മാസം മുമ്പ് താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ കൊന്ന ആഷിഖും യാസറും സുഹൃത്തുക്കളായിരുന്നു. അമ്മയുടെ കൊലയ്ക്ക് ശേഷം യാസറിന്റെ ഫോണിൽ ആഷിഖിന്റെ ചിത്രങ്ങൾ കണ്ടതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തന്നെ യാസർ കൊല്ലുമോ എന്ന സംശയം ഇതിനുശേഷം ഷിബില പ്രകടിപ്പിച്ചതായും നാട്ടുകാർ പറയുന്നു. അതേസമയം മകനെ ന്യായീകരിച്ച് യാസറിന്റെ അമ്മ സാബിറ രംഗത്തെത്തി. സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഷിബിലയും യാസറും തമ്മിലുണ്ടായത്. ഷിബിലയുടെ പിതാവ് ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കുകയായിരുന്നുവെന്നും സാബിറ പറഞ്ഞു. തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോളെ വാപ്പയമ്മയൊക്കെ പറഞ്ഞിക്ക്. 12 മണി വരെ രണ്ടാള് പറഞ്ഞിട്ടു, ഞങ്ങൾ പറഞ്ഞിട്ടു കേൾക്കാണ്ടായപ്പോൾ ഓള് പോയതാവലെ കൂടെ ഇറങ്ങിയിട്ട്. അപ്പം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്നുള്ള വാപ്പയമ്മയും പറഞ്ഞിട്ടാ പോയത്. തിരിച്ചു വെട്ടിയില്ല. പിന്നെ 2-3 പോക്ക് വേഗം പോയപ്പോ ഒക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനെയാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റൂസുണ്ട് പറഞ്ഞ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കലുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം യാസറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പ്രതി ഉപയോഗിച്ച വാഹനവും ആയുധവും ഫോറൻസിക് സംഘം പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച ഷിബിലയുടെ മൃതദേഹം കരികുളം ജുമാഅത്ത് പള്ളിയിൽ കബറടക്കി. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഷിബിലയുടെ ശരീരത്തിലാകെ 11 കുത്തുകളാണ് ഏറ്റിട്ടുള്ളത്. ന്യൂസ് 18 കോഴിക്കോട്.